ഗൈസ് നമ്മളെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. ഗൈസ് എന്നാണെങ്കിൽ എൻ്റെ കയ്യിൽ 5ൻ്റെ പൈസ അല്ല ഗൈസ്. കാണാൻ ഇത്ര വലിയ വീടുണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്, ഒരു കാറുണ്ട്. പക്ഷെ എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു 5ൻ്റെ പൈസ ഇല്ല ഗൈസ്. എന്ത് ദാരിദ്ര്യമാണ്. നമ്മളെ വീടാണ്ട് സെയിലാക്കണം എന്നുണ്ട്, പക്ഷെ നമുക്ക് ഇനി കയറി കിടക്കാൻ വീടുണ്ടാവില്ല. അതുകൊണ്ട് വീട് വിറ്റാൽ ശരിയാവില്ല. നമുക്ക് ബാബേട്ടനെ വിളിച്ചിട്ട് വലിയ മെഷീൻസ് ആയിട്ടുണ്ടോ ചോദിക്കാം. കാരണം എൻ്റെ കയ്യിൽ 5ൻ്റെ പൈസ അല്ല, ജീവിച്ച് പോവണ്ടേ വല്ലതും തിന്നിട്ട്. എൻ്റെ കയ്യിൽ ആകെയുള്ള ഈ ഫോർച്യൂണർ ലെജൻഡറാണ്. ഉണ്ട് കണ്ട് കയറില്ല. അതിൽ പെട്രോൾ എന്ന് പറയാനെന്ന് ആകെ ഒരു തുള്ളി പെട്രോളുള്ളൂ. കുറേ കാലമായി പെട്രോൾ തന്നെ അടിച്ചിട്ട്. നമുക്കെന്തായാലും ബാബേട്ടനെ ഒന്ന് വിളിച്ചോക്കട്ടെ. നാളെ നമ്പർ എത്ര? അതാണ് നമ്പർ. വിളിച്ചോക്കാം നമുക്ക്. ഗൈസ് ആള് പറഞ്ഞ ആളൊന്നുമില്ല, മെഷീൻസൊക്കെ ഉണ്ട്. വീട്ടിലേക്ക് വരാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ടിപ്പോൾ എന്ത് മെഷീൻ ആൾ തരാനാ? എന്തായാലും ഒന്ന് പോയേക്കാം. നമുക്ക് ആള് പറയണ മെഷീൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1,00,000 രൂപ തരാമെന്നാണ് പറയണേ. മെഷീൻസ് ആദ്യം നോക്കട്ടെ, എന്നിട്ട് പൈസയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെങ്ങായിൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ആളെ വീട്ടിലേക്ക് പോകാനുള്ള പെട്രോളൊക്കെ ഉണ്ടാവുമായിരിക്കും വണ്ടിയിൽ. അവിടുന്ന് തിരിച്ചു വരാനുള്ളതുണ്ടാവും. ഒരാഴ്ചകളായി പെട്രോൾ അടിച്ചിട്ട്. ഇന്നിപ്പോൾ പെട്രോൾ അടിക്കാൻ നോക്കുമ്പോൾ 5ൻ്റെ പൈസ അല്ലേ നമ്മളെ കയ്യിൽ. എന്താപ്പോൾ ചെയ്യാന്ന് ആലോചിച്ച് നടക്കുമ്പോഴാണ് നമ്മളെ ബാബേട്ടൻ്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ മാക്സിമം എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. നമ്മളെ വണ്ടിയുടെ പണി കഴിഞ്ഞ്, നമ്മളെ വണ്ടിയുടെ വെടി കഴിഞ്ഞ്, ഡോറൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. ടൊയോട്ടയുടെ വണ്ടിയല്ല, നല്ല സേഫ്റ്റിയാണ്. പിന്നെ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. റോഡ് ടു 5K ആണ്. നിങ്ങളൊന്ന് ആഞ്ഞു പിടിച്ചാൽ നമ്മൾ 5K അല്ല, അതിനപ്പുറം കിടക്കും. വണ്ടി തീരെ കൺട്രോളും കിട്ടുന്നില്ല. ടൊയോട്ടയുടേതായ കാരണം ഇത്ര പവറിൽ നിൽക്കുന്നുണ്ട്. ഓ മോനെ, തെങ്ങ് വരെ മരം വരെ നമ്മൾ ഒടിച്ചു കൊണ്ടുപോയി. അമ്മാതിരി പവറാണ് നമ്മൾ ടൊയോട്ട ആശാനിക്ക്. നമ്മളെ ബാബേട്ടൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആൾ ഫ്രണ്ടിലെ മിക്കവാറും ഉണ്ടാവുക, ബാക്കിൽ വന്ന് വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഗൈസ് ഫ്രണ്ടിൽ ആളുണ്ടാവാം. ആളെ ഗോൾഡ് ഹമ്മർ കാണാമല്ലോ. ഇവിടെ ആളെ കാണാമല്ലോ. ആളെ വണ്ടിയൊന്നും ഇവിടെ കാണുന്നില്ല. ആളിവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലേ? നമുക്കൊന്ന് പോയേക്കാം, ഉള്ളിലൊന്ന് കയറി വെക്കാം. ആളിവിടെ ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഗൈസ് നമ്മളെ ബാബേട്ടൻ മേലെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനവിടെ പോയൊക്കെ ആളോട് മെഷീൻസൊക്കെ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആൾ പറയുന്നത് കുറച്ച് മെഷീൻസ് ഉണ്ട്. നമ്മളെ എയർപോർട്ടിൻ്റെ അവിടെ ഒരു ഗോൾഡൻ മസ്താങ് എടുക്കുന്നുണ്ട് ഇത്ര ഗൈസ്. അത് സ്റ്റീൽ ചെയ്ത് കൊടുന്ന് കൊടുക്കണേ ചെങ്ങായിക്ക്. അല്ലെങ്കിൽ ഈ സ്റ്റീൽ പരിപാടി തന്നെയാണ് ഇതിനെക്കൊണ്ട് ആൾ ഏൽപ്പിക്കുള്ളൂ എന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. നമ്മളെ ഫസ്റ്റത്തെ മെഷീൻ എയർപോർട്ടിലാണ്. നമുക്ക് എയർപോർട്ടിലേക്ക് ഒന്ന് നേരെ പോവാം. ഏതൊരു ഗോൾഡൻ മസ്താങ് ഉണ്ട് എന്ന് പറയണേ. അവിടെ നമ്മൾ തപ്പിപ്പിടിക്കണം. ആളെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ സ്ഥലമൊന്നും പറഞ്ഞു തന്നിട്ടില്ല, നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ആളെ മെയിൻ പരിപാടി. സ്റ്റീൽ ഇത് കൊണ്ടുവരാൻ പറയും, പക്ഷേ സ്ഥലം നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. മെയിനായിട്ട് ആ പാർക്കിംഗ് ഏരിയയിൽ തന്നെയാണ് ഉണ്ടാവുക. ഗോൾഡൻ മസ്താങ് കിട്ടാച്ചാൽ അതിൽ നമുക്ക് പോവാം. കാരണം എൻ്റെ വണ്ടിയിലാണെങ്കിൽ പെട്രോൾ എന്ന് പറയണില്ല. എന്തോ ഒരു ഭാഗ്യത്തിനാണ് വണ്ടി ഓടണം തന്നെ, പെട്രോൾ ഇല്ലാണ്ട്. പെട്രോൾ ഇത്തിരിയായി എന്തൊരു ഭാഗ്യത്തിന് ഓടുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. മസ്താങ് ഉണ്ടാവുക. ഇവിടെ ഒരു എയറോപ്ലെയിനൊക്കെ എടുക്കുന്നുണ്ട്. ചിലപ്പോൾ അവിടെ ആരില്ലെങ്കിൽ രക്ഷപ്പെട്ട്, ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പണി പാടും. കാരണം അവന്മാർ പോലീസിൽ പറയും, പോലീസുകാരാകെ കേസും കൂട്ടൊക്കെ ആയിട്ട് വരും. ഇല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് എടുക്കാം. 2 മെഷീനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നൊരു ഗോൾഡൻ ഹെലികോപ്റ്റർ ഉണ്ട് ഇത്ര ഗൈസ്, അതും പിന്നെ ഒന്ന് ഗോൾഡൻ ഈ മസ്താങ്ങും നമ്മൾ അടിച്ചു മാറ്റി കൊടുന്ന് കൊടുക്കണം. ഇയാൾക്ക് പ്രാന്ത് തന്നെയാണ് കേട്ടോ. വെറുതെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കട്ടെടുത്ത് ജീവിക്കന്നെ. മോഷ്ടിച്ച് ജീവിതമാണ് നമ്മളെ ബാബേട്ടൻ്റെത്. ഇവിടെ ഇല്ലേ, ഇവിടെ കാണുന്നില്ലല്ലോ. ബാബേട്ട ഉഷാറാണ് ആള്. ഇത്തിരി എന്താണ് റിച്ച് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല. വമ്പൻ പിശുക്കനാണ് ആള്. മറ്റുള്ളിടത്തു നിന്നൊക്കെ ആൾക്കാരൊക്കെ ഒന്ന് അടിച്ചു മാറ്റിയിട്ടാണ് ആളെ ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം. ഭാഗ്യത്തിന് കാശൊന്നും എന്നോട് അടിച്ചു മാറ്റാൻ പറയുന്നില്ല. ഞാൻ അത് പറയാച്ചാൽ ഞാൻ ജയിലിൽ പോയി എടുക്കേണ്ടി വരും. വണ്ടികളെ എടുത്തു കൊണ്ടുപോകണം ഇത്തിരി ടാസ്ക് തന്നെയാണ്. കാരണം ചാവില്ലാണ്ട് നമ്മൾ അടിച്ച് പൊട്ടിക്കണം. അത് ഇത്തിരി സീന് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതെന്തുവാണ് ഇതിന് മേലേക്ക് എത്തുന്നില്ലല്ലോ. മേലേക്ക് എന്നെത്തഞ്ഞിപ്പോൾ ഓക്കെ ഇനിയുണ്ട്. ഓല്ലോ പടച്ചോനെ, പണി പാളി. ഗൈസ് നേരത്തെ നമുക്ക് ഇത്തിരി പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. സംഭവം എന്താ വെച്ചാൽ നമ്മളെ വണ്ടി ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് വീട് ഏറ്റവും മേലെ എത്തിയിട്ടുണ്ട് തോന്നുന്നു നമ്മൾ. ഓക്കെ ഓക്കെ വെയിറ്റ്, ഇതെന്ത് ഗൈസ്? ഒരു ഫോർച്യൂണർ ഒരു ഗോൾഡൻ എൻഡോവറാണല്ലോ എടുക്കണത്. ഇതെന്തോ മസ്താങ് ഇവിടെ കാണുന്നില്ലല്ലോ.
ഇവിടെ എന്ത് ചതിണ്ട്, നമുക്ക് ബാബേട്ടനൊക്കെ വിളിച്ചോട്ടെ. ഗൈസ് നമ്മൾ ബാബേട്ടൻ പറഞ്ഞത് എന്താ വെച്ചാൽ മസ്താങ് എല്ലാത്തര സ്റ്റീൽ ഇത് കൊണ്ടുവരേണ്ടത്. നമ്മളോട് ഈ ഒരു ഗോൾഡൻ എൻഡോവറാണ് പറഞ്ഞിട്ടുള്ളത്. മസ്താങ് ആൾ പേര് തെറ്റി പറഞ്ഞാണ് ഇത്ര. ഞാനും വിചാരിച്ചു മസ്താങ് തന്നെയാണെന്ന്. ഇവിടെ നോക്കുമ്പോൾ ഒരു മഞ്ഞ. അപ്പോൾ ഗൈസ് എനിക്ക് ഈ യെല്ലോ ഫോർച്യൂണർക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടോ. നമ്മളെ ഫോർച്യൂണർ കലങ്കോലായിരിക്കണ്. എന്തായാലും ഈ ഫോർച്യൂണർ നമുക്ക് ഈ എൻഡോവർ എടുത്ത് നമുക്ക് ബാബേട്ടനെ കൊണ്ടുകൊടുക്കാം. ഓക്കെ, ഗോൾഡൻ എൻഡോവറാണ്. ഇവിടെ ഒരു പൊട്ടന്മാരാണെന്ന് തോന്നണേ. വണ്ടി ലോക്കിടൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഇവർ പൊട്ടന്മാരാണ്. വണ്ടിയിലൂടെ സെക്യൂരിറ്റി പോലും ഒരു ഗോൾഡൻ എൻഡോവർ കൂടെ വെച്ചിട്ട് ഇവരെ കാണുന്നില്ല. എന്തായാലും നമുക്ക് ഈ വണ്ടി എടുത്ത് മെല്ലനെ മുങ്ങാം, ബാബേട്ടൻ്റെ അടുത്തേക്ക് പോവാം. ഇവിടുന്ന് ചാടിപ്പിച്ചാലോ? ഓക്കെ, ഇവിടുന്ന് ചാടിപ്പിക്കാം. അല്ലാണ്ട് ഇപ്പോൾ അറക്കൽ ഇത്തിരി ടാസ്ക്കാണ്. ബാബേട്ടനല്ലേ ആള്. ഓക്കെ ഗൈസ്, വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. ഒന്നും പറ്റിയിട്ടില്ല, സേഫാണ്, സേഫ് ലാൻഡിങ് ആണ്. നമുക്ക് എന്നാൽ നേരെ തീർത്തിട്ട് നമ്മളെ ബാബേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുകൊടുക്കാം. ഞാൻ വല്ല തട്ടിപ്പ് പരിപാടി കാണിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. നമുക്ക് സ്റ്റീൽ ഇത് കൊണ്ടുകൊടുക്കേണ്ട ഒരു പ്ലെയിൻ ഹെലികോപ്റ്റർ ഉണ്ടാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നമുക്ക് എന്തായാലും ഒന്ന് ബാബേട്ടനോട് ഞാൻ പോയി ചോദിച്ചു വെക്കാം. എന്തായാലും നമ്മൾ ഈ എൻഡോവർ കൊടുക്കാൻ പോണതല്ലേ. ടിക്കരുത്. വണ്ടിയുടെ ഒന്നും പോയിട്ടില്ല. ഓക്കെ, സെറ്റ്. വണ്ടിക്കൊന്നും കാര്യമായിട്ട് പറ്റിയിട്ടില്ല. നേരെ നമുക്ക് ബാബേട്ടൻ്റെ വീട്ടിൽ കണ്ടെത്തിച്ചു കൊടുക്കാം. ഗൈസ്, ചെറുതായിട്ടൊന്ന് പണി കിട്ടി. ബാബേട്ടൻ്റെ വീടിൻ്റെ അടുക്ക് വരാൻ നോക്കിയപ്പോൾ വണ്ടി ഇവിടെ ചെറുതായിട്ടൊന്ന് കുടുങ്ങിയിട്ടുണ്ട്. ഇരിക്കട്ടെ, ബാബേട്ടൻ തന്നെ ശരിയാക്കട്ടെ പോയിട്ട്. നമ്മൾ സ്റ്റീൽ ഇത് കൊടുക്കുകയും ചെയ്യണം. വണ്ടി എടുത്ത് നല്ലപോലെ വെക്കണമെന്ന് വെച്ചാൽ അത് ശരിയാവില്ലേ. നമുക്ക് സ്റ്റീൽ ഇത് കൊണ്ടുവരേണ്ടതെന്ന് പറയാം. ഗൈസ്, നമ്മൾ നെക്സ്റ്റ് സ്റ്റീൽ ഇത് കൊണ്ടുവരേണ്ടതും ഞാൻ പറഞ്ഞില്ല, ഒരു പ്ലെയിൻ ആയിരുന്നു, ഒരു ഗോൾഡൻ പ്ലെയിൻ തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റീൽ ഇത് കൊണ്ടുവരേണ്ടത്. അത് ഇരിക്കുന്നത് എവിടെ വെച്ചാൽ നമ്മളെ പോലീസ് സ്റ്റേഷനിലാണ്. ഇത്ര ഇന്നൊന്നും മിക്കവാറും ജയിലിലാക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ബാബേട്ടൻ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് പോലീസ് സ്റ്റേഷനൊന്ന് വരെ പോയേക്കാം. അവിടെ എവിടെ ഇരിക്കണമെന്ന് നമുക്ക് നോക്കാമല്ലോ. നമ്മളങ്ങനെ പോലീസ് സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട് എന്ന് പറയണത്. ഇവിടെയാണ് ഇത്ര ഗോൾഡ് പ്ലെയിന്. ഇവിടെ രണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ രണ്ട് പ്ലെയിൻ ഉണ്ട്. ഓക്കെ, ഫ്രണ്ടിൽ ഒരു പ്ലെയിൻ ഇരിക്കുന്നുണ്ട്. ഒരു ഗോൾഡൻ കളറാണ്. പിന്നെ മിക്കവാറും ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന പ്ലെയിൻ തന്നെയാവും നമ്മളോട് അടിച്ചു മാറ്റി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടാവുക. ഫ്രണ്ടിൽ രണ്ട് പോലീസുകാർ നിൽക്കുന്നുണ്ട്. ഇവരെ കണ്ണു വെട്ടിച്ചു വേണമെങ്കിൽ നമ്മൾ ഈ പ്ലെയിനായിട്ട് ഇവിടെ നിന്ന് നാട് വിടാം. എന്തായാലും ഉള്ളിൽ കയറി നോക്കാം. ഇതും ലോക്കൊന്നുമല്ല, ചാവിയൊക്കെ ഉണ്ട്. നമുക്ക് ചെറുതായിട്ടൊക്കെ പ്ലെയിൻ ഓടിക്കാൻ അറിയുന്ന കാരണം പിന്നെ ഭാഗ്യമുണ്ട്. പറപ്പിക്കാം. ഇവന്മാരെന്തായാലും ഒന്ന് അലാർട്ടാവുന്നതിൻ്റെ മുമ്പ് നമ്മൾക്ക് പറപ്പിച്ച് കൊണ്ടുപോകണം. പ്ലെയിനും ഇവിടെ നമ്മൾ ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ബാബേട്ടൻ്റെ ഒക്കെ വരെ മിഷൻസ് തേങ്ങാക്കൊല. ഇതവിടെ ബ്രേക്കില്ല. പണിപാളി. ഭാഗ്യത്തിനൊന്നും പറ്റിയിട്ടില്ല. അവിടെ എന്താ കത്തുന്നത്? വേറെ ഏതോ പ്ലെയിൻ അവിടെ കത്തുന്നുണ്ട്. നമുക്കെന്തായാലും ബാബേട്ടൻ്റെ പ്ലെയിൻ ഇവിടെ എന്തായാലും നിർത്തിയിട്ടേ ബാബേട്ടൻ പറഞ്ഞ എയർപോർട്ടിൽ നിർത്തിയാൽ മതി എന്നാണ്. ഇനി നമുക്ക് പോയിട്ട് ബാബേട്ടനോട് പൈസ വയ്ക്കാം. പൈസ തരാൻ പറയാം. 1,00,000 തരുന്ന പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി പോയി ബാബേട്ടനോട് പൈസ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഗൈസ്, നമ്മളെ അങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളെ ബാബേട്ടൻ നമുക്ക് വെച്ചാൽ 2,00,000 രൂപ തന്നിട്ടുണ്ട് വെച്ചോ പറഞ്ഞിട്ട്. ഓക്കെ, നമുക്ക് പേയ്മെൻറ്റിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഫോണിൽ പേയ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് ഒരു സ്റ്റോറി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബേബി ഗൈസ്. പിന്നെ ഗൈസ്, നെക്സ്റ്റ് വല്ല മിത്ത് ടെസ്റ്റിങ് വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ താഴെ കുറച്ച് മിത്തുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. റോഡ് ടു 5K ആണ് നമ്മളെ ഫാം. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഗൈസ്, ഈ ഒരു ഗെയിമിലോട്ട് ഒരു പുതിയൊരു ഓട്ടോറിക്ഷയും പിന്നെ ഒരു മോഡിഫൈഡ് എൻഡോവറിൻ്റെ അപ്ഡേറ്റ് വരുന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോർട്സ് കാണാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. ആ ഷോർട്സ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിൽ ഓട്ടോറിക്ഷയുടെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് കൃത്യമായിട്ടെന്നാൽ വരാമെന്ന് എനിക്കറിയില്ല. പറയുന്നവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതൊന്ന് അറിയാത്തവർ. അപ്പോൾ ബൈ ഗൈസ്, പിന്നെ ഒരു വീഡിയോ ആയിട്ട്